എല്ലാവർക്കും സുപ്രഭാതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന നക്ഷത്രത്തെ പറ്റിയാണ്. നക്ഷത്രം അഥവാ നക്ഷത്ര ജ്യോതിഷത്തെ പറ്റിയാണ്. നമ്മൾക്ക് ഒരുപാട് വെറൈറ്റി നക്ഷത്രത്തിൽ പെട്ട ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത്. 27 നക്ഷത്രത്തിൽ വളരെ അത്ഭുതകരമായ കഴിവുള്ള ഒരു നക്ഷത്രമാണ് പൂരാടം. ഒപ്പം വിഭിന്നമായ പല സ്വഭാവ സവിശേഷതകളുമുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. പുരാണ നക്ഷത്രക്കാരെ പറ്റിയുള്ള പൊതു സ്വഭാവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു മൃഗം എന്ന് പറയുന്നത് കപി എന്ന് പറയുന്ന ഒരു മൃഗമാണ്. അതായത് വാനര വർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് കപി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കെ അടുത്ത കാര്യം ചെയ്യണമെന്നുള്ള ഒരു ടെൻഡൻസി അത് കാണിക്കുന്ന സ്വഭാവം പൂരാട നക്ഷത്രത്തിന് വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് പലപ്പോഴും സ്വന്തമായി ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരു ഉറപ്പ് കിട്ടാതെ ഒരു പ്രവർത്തിക്കിടെ 4 പ്രവർത്തികൾ ചെയ്യുന്ന അവസ്ഥയും എല്ലാ കാര്യങ്ങളും വളരെയധികം പെൻഡിങ് ആയി പോവുകയും ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, കുടുംബ ബന്ധമായിക്കോട്ടെ, സുഹൃത്ത് ബന്ധമായിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ഇതിലെല്ലായിടത്തും സാന്നിധ്യം തെളിയിക്കാനാകാതെ വരികയും എല്ലായിടത്തും ശകലം സമയം വെച്ച് ചെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പരാജയം നേരിടുന്ന ഒരു സ്വഭാവ സവിശേഷതയിലൂടെയും ഊരാടാൻ പോകാറുണ്ട്. ചില ആളുകൾ സ്വയം ഇത് നിയന്ത്രിച്ച് രക്ഷപ്പെടാറുമുണ്ട്. ഇനി പൂരാട നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിനയവും ശാന്തതയുമുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർ. ചില ആളുകൾ വളരെയധികം വിദ്യാസമ്പന്നരാകും, ചില ആളുകൾ ഒട്ടും സമ്പന്നരാകുന്നില്ല, അവർ വളരെയധികം പുറകോട്ടായിരിക്കും പോവുക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആളുകളെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം പൂരാട നക്ഷത്രക്കാർക്കുണ്ട്. സ്ത്രീകൾക്ക് വളരെയധികം ധൈര്യമുണ്ട്. അവരെല്ലാ കാര്യങ്ങളും വളർന്നും തൂക്കിയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പുരുഷന്മാരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആളുകളെയെല്ലാം വിശ്വസിക്കുന്ന സ്വഭാവമുണ്ട്. ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ തന്നെ ഒന്നുകിൽ ആ വ്യക്തികളുടെ പക്ഷം ചേരുക, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം. സ്വന്തമായ അഭിപ്രായങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല. സ്ത്രീകളാണെങ്കിൽ സ്വന്തമായ അഭിപ്രായങ്ങളും ധൈര്യവും പ്രകടിപ്പിക്കുമ്പോൾ പുരുഷന്മാരെപ്പോഴും ഒരു പടി താഴെയായിട്ട് നിൽക്കാറുണ്ട്. പൂരാടത്തിൽ ജനിച്ച ഒരു സ്ത്രീയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ സൗന്ദര്യം, ആരോഗ്യം, ബുദ്ധി, സാമർഥ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ആ സ്ത്രീ മുൻപന്തിയിലായിരിക്കും. ജീവിതത്തിലെ 10-18 വയസ്സ് വരെ സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെയാണ് പൂരാടത്തിൽപ്പെട്ട സ്ത്രീ കടന്നു പോകുന്നത്. പക്ഷേ എങ്കിൽ 18 വയസ്സിന് ശേഷം സ്വന്തമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ആരെയും ഭയമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും മുൻപന്തിയിൽ ഇറങ്ങിത്തിരിച്ച് ബിസിനസ് ആയിക്കോട്ടെ, ജീവിതത്തിൽ ഏതൊരു കാര്യമായിക്കോട്ടെ, ഏത് മാർഗവുമായിക്കോട്ടെ, ഏതൊരു നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെ ധീരമായി തരണം ചെയ്യാനുള്ള കഴിവ് പൂരാടത്തിലുള്ള സ്ത്രീക്കുണ്ട്. ഒപ്പം ധാരാളം സാമ്പത്തികം അവരുടെ അടുക്കിലേക്ക് എത്തും. സ്വർണം, പണം തുടങ്ങിയവയെല്ലാം എത്തും. വാഹനങ്ങളെത്തും, വസ്ത്രങ്ങളും എല്ലാം എത്തുന്നു. കലാപരമായ ജീവിതമാണെങ്കിൽ അതിൽ വളരെയധികം വിജയവും അവർ നേടാറുണ്ട്. അതുപോലെ ഈശ്വരഭക്തി വളരെയധികം കൂടിയ ആളുകളുമാണ് പൂരാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. ഈ ഒരു കാര്യത്തിൽ നിന്ന് പുരുഷന്മാർ മറ്റൊരു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. പൂരാട നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് തീർച്ചയായും ചെറിയ തോതിലുള്ള ഉത്ഭയങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഉത്ഭയമാണ് അവരെല്ലായിടത്തുനിന്നും പുറകോട്ട് വലിക്കുന്നത് മനസ്സിലാക്കുക. ഒരു 100 പേരിൽ ഒരു 98 പേർക്കും തീർച്ചയായും ചെറിയ തോതിലുള്ള ഉത്ഭയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഒരാളുടെ മുഖത്ത് നോക്കി കർക്കശമായി സംസാരിക്കുവാൻ പൂരാട നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഭയക്കാറുണ്ട്. തീർച്ചയായും അങ്ങനൊരു അവസ്ഥ പൂരാട നക്ഷത്രക്കാരിലൂടെ വരാറുണ്ട്. ഇത് ഇവരുടെ പ്രശ്നമല്ല, ഇത് ഈ നക്ഷത്രത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിലൂടെ ചെറിയൊരു രക്ഷ കൂടി ഇവർക്ക് കിട്ടുന്നുണ്ട്. വലിയ ആപത്തുകളിൽ ഇവർ ചെന്ന് ചാടാറില്ല. കാരണം നമുക്ക് ധൈര്യം വർദ്ധിക്കും തോറും നമ്മൾ എടുക്കുന്ന ആപത്തിലേക്ക് പോകാനുള്ള അവസ്ഥ വളരെയധികം കൂടും. ധൈര്യം കുറവാണെങ്കിൽ പേടികൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മടിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുകയില്ല. അത് ദൈവം തരുന്ന ചില ഒരു രക്ഷയാണെന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ മറ്റൊരു രീതി പറയുന്ന പുരാടൻ നക്ഷത്രക്കാർക്ക് 40 വയസ്സിന് ശേഷമാണ് നല്ല കാലം എന്ന് പറയാറുണ്ട് പുരുഷന്മാരാണെങ്കിൽ. സ്ത്രീകൾക്ക് 18 മുതൽ പിന്നീട് അങ്ങോട്ട് നല്ല കാലങ്ങൾ തുടങ്ങുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 40 വയസ്സിന് ശേഷമാണ് നല്ല കാലമെന്ന് പറഞ്ഞു. ഇതുവരെ വളരെയധികം പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് മനസ്സിലാക്കുക. വളരെയധികം വിചിത്രമായ അനുഭവങ്ങളും മോശമായ ളുടെ കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വരും. മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ,
സുഹൃത്തുക്കൾ, പരിചയക്കാർ, ജോലിസ്ഥലത്തെ ആളുകൾ, സഹപ്രവർത്തകർ തുടങ്ങിയവർ വരെ ഇവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥകളുണ്ടാവുക. അതുപോലെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥയിൽ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ആരോടും കയർത്ത് സംസാരിക്കാതെ വളരെയധികം മാന്യമായും സൗമ്യമായും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിവുള്ളവരും, ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് ആ വ്യക്തിയോട് ചൂടാവണ്ടായിരുന്നു എന്ന് തുടങ്ങിയ ഒരു വിഷമത തോന്നുന്ന അവസ്ഥയും കൂടി സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകളാണ് പൂരാട നക്ഷത്രം. പക്ഷേ അവരുടെ കുടുംബത്തിലെ ഈ സ്വഭാവം നേരെ തിരിച്ചായിരിക്കും. അവർ തിരിച്ച് മറുപടി കൊടുക്കേണ്ടടുത്ത് മറുപടി കൊടുക്കുകയും വഴക്ക് പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവം പൂരാട നക്ഷത്രത്തിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. എങ്കിലും 98 പേരിലും ധൈര്യക്കുറവുണ്ടെങ്കിലും ചില 2% ആളുകളിലൊക്കെ വളരെയധികം ധൈര്യം കൂടിയ ആളുകളുണ്ട്. ഇവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായ ഉയർച്ചയുണ്ട്. അവരുടെ ഫോക്കസ് എപ്പോഴും കറക്റ്റായിരിക്കും. ചാഞ്ചാട്ടം മനസ്സിന് വന്നാലും അവർ ആ കാര്യങ്ങളിൽ വളരെ ഉറച്ചു നിൽക്കുകയും വിജയപഥത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന നക്ഷത്രമാണ് പൂരാടം. ആ ആളുകളിൽ മാത്രം, അത് പുരുഷനാവാം സ്ത്രീയാവും, വളരെ വലിയ ഡിഫിനിഫിൻ്റെ തലപ്പത്തേക്ക് എത്തുവാനുള്ള കഴിവ് ഈ പൂരാട നക്ഷത്രക്കാർക്കുണ്ട്. ഇത്തരം ചഞ്ചലതയില്ലാതെ, അത് അചഞ്ചലമായ മനസ്സുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന പൂരാട നക്ഷത്രക്കാർ വിജയിക്കാറുണ്ട്. ഇടയിൽ വെച്ച് മറ്റുള്ളവർ പറയുന്ന കയറി അനുസരിക്കുന്ന സ്വഭാവം വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ ഇവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പൂരാട നക്ഷത്രക്കാർക്ക് തീർച്ചയായും മനസ്സിൽ ചാഞ്ചാട്ടം വരുന്നത് കപി എന്ന് പറയുന്ന വാനരനായ ആ മൃഗം എന്ന് പറയുന്ന നക്ഷത്ര മൃഗം തീർച്ചയായും നമുക്കറിയാം. വാനരം എന്ന് പറയുമ്പോൾ തീർച്ചയായും കുരങ്ങ് വർഗത്തിൽപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിനെ ഒരു മോശക്കാരനായിട്ട് കരുതണ്ട. മനുഷ്യനെ പോലെ തന്നെ കൂട്ടം കൂടി ജീവിക്കുന്ന ഒരു ജീവിയാണ് കുരങ്ങ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പൂർവികരെന്ന് നമ്മളിവിടെ പറയാറുള്ള മനുഷ്യൻ്റെ രൂപത്തിലിരിക്കുന്ന വാലിൻ്റെ ഒരു കുറവ് മാത്രം എന്ന് നമ്മൾ പറയുന്ന രൂപത്തിലുള്ളൊരു ജീവിയാണ്. ഈ ഒരു ജീവി ഒരു ചില്ലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ അടുത്ത ചില്ലയിലേക്ക് എടുത്തു ചാടണമെന്നുള്ള ചിന്ത വളരെ കൂടുതലാണ്. ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചാടുന്ന സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് തീർച്ചയായും സ്വഭാവത്തിൽ വിഭിന്നത വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൂരാട നക്ഷത്രത്തിന് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്, പ്രതികാര ബുദ്ധി എന്ന് പറയും. പ്രതികാര ബുദ്ധി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് വേണമെങ്കിൽ സാഹചര്യം അനുസരിച്ച് പറയാം, നല്ലതല്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് നല്ലതല്ല എന്ന് പറയാം. എന്തായാലും മനസ്സിലാക്കുക, ഒരാളോട് ഒരു പകയോ വിദ്വേഷമോ അസൂയയോ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും പൂരാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയാണേലും പുരുഷനാണേലും അത് എത്ര കാലം വേണേലും മനസ്സിൽ കൊണ്ടുകിടക്കുകയും അതിനുശേഷം ഒരു പ്രതികാര ചിന്ത അല്ലെങ്കിൽ പ്രതികാര പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് മടിക്കാത്ത ആളുകളാണ് പൂരാട നക്ഷത്രക്കാർ. ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പ് വെച്ചൊന്ന് നാണം കെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ കളിയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അവർക്കെതിരെയായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വിജയം വരിച്ച ആളുകളോടുള്ള ചെറിയ അസൂയ പ്രവർത്തനങ്ങൾ കാരണവും പൂരാട നക്ഷത്രം പക പോക്കാറുണ്ട്. പക പോക്കാനായിട്ട് ചിലപ്പോൾ വിചിത്രമായ പല വഴികളും തിരഞ്ഞെടുത്തെന്ന് വരാം. ഒരു പക്ഷേ മന്ത്രങ്ങളോ അല്ലെങ്കിൽ അപചാര കർമ്മങ്ങളോ വരെ കൂട്ടുപിടിക്കാനുള്ള ഒരു സ്വഭാവം പൂരാട നക്ഷത്രക്കാരുണ്ട്. ഇതിനോടൊപ്പം വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ യുക്തിവാദമായി സംസാരിക്കുന്നവരുമാണ്. അതായത് ഈ ജ്യോതിഷം ഒന്നും സത്യമല്ല എന്ന് വരെ പറയുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരും ആരും അറിയാതെ രഹസ്യമായി ഈ മാർഗങ്ങളെ ഫോളോ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ജ്യോതിഷം, മന്ത്രം തുടങ്ങിയ കാര്യങ്ങളും അഭ്യാസ മേഖലകളും പഠിക്കാനും ഹസ്തരേഖ പോലുള്ള വിഷയങ്ങൾ പഠിക്കാനും നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാനും മരുന്നുകളെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി വെക്കുവാനും കഴിവുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. സ്ത്രീയും പുരുഷനും. അതുപോലെ തന്നെ അഭ്യാസം നടത്തുന്ന സ്ഥലങ്ങളിടുക, യോഗ സെൻ്ററുകൾ ഇടുക, സ്പാ പോലുള്ള തിരുമ ചികിത്സാലയങ്ങൾ ഇടുക, അല്ലാതെ ആയുർവേദ തിരുമ ചികിത്സാലയം ഇടുക, ആയുർവേദ ഡോക്ടറാവുക തുടങ്ങിയ കാര്യങ്ങളും ആയുർവേദം സംബന്ധിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം വല്ല ജ്ഞാനം നേടിയെടുക്കുക, ഹസ്തരേഖ വിദഗ്ധൻ, ജ്യോത്സ്യൻ, മാന്ത്രികൻ തുടങ്ങിയ കാര്യങ്ങളും മാജിക് ഷോ നടത്തുന്ന ആളുകളുമായി തീരുവാനും ഒക്കെയുള്ള കഴിവ് പൂരാട നക്ഷത്രക്കാർക്കുണ്ട്. കലാപരമായ സകല കഴിവുകളുമുള്ള നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർ. പക്ഷേ സ്ത്രീകൾ വിജയിക്കുന്ന അത്രയും പുരുഷന്മാർ വിജയിക്കുന്നില്ല. അതുപോലെ തന്നെ ചാഞ്ചാടുന്ന മനസ്സാണ്ട് പലപ്പോഴും സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം പിന്നോക്കം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ കൈവശമുള്ള സമ്പത്ത് മറ്റുള്ളവരുടെ കൈവശത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നും കൂടി മനസ്സിലാക്കുക പൂരാട നക്ഷത്രക്കാർ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആരോടും അസൂയയും വിദ്വേഷവും ദേഷ്യവും വെച്ച് ഒരു വിധത്തിലും പ്രവർത്തിക്കാതിരിക്കുക. ഒരു പക്ഷേ ശത്രു ശക്തനാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സമയം നല്ലതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിജയിക്കുന്നത്. ശത്രു ശക്തനാകുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും പരാജയം വരാൻ സാധ്യത കൂടുതലെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൂരാട നക്ഷത്രക്കാരിലുള്ള വിചിത്രമായ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് സ്വന്തം ജീവിതത്തിലുള്ള രഹസ്യമായ കാര്യങ്ങൾ രഹസ്യമായി തന്നെ മനസ്സിൽ വെക്കുകയും മറ്റൊരാൾ പറഞ്ഞു കഴിയുന്ന രഹസ്യം, അവരുടെ ജീവിതത്തിലെ രഹസ്യം, അതായത് മറ്റൊരാളുടെ രഹസ്യം പൂരാട നക്ഷത്രക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ
അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് പൂരാട നക്ഷത്രക്കാർക്കുണ്ട്. അതായത് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഇവരുടെ മനസ്സിലിരിക്കില്ല, സ്വന്തം രഹസ്യങ്ങൾ ഇവരുടെ മനസ്സിലിരിക്കും. അങ്ങനെ മറ്റുള്ളവരോടെല്ലാം വെട്ടിത്തുറന്ന് അടിച്ചേൽപ്പിക്കാൻ, അതായത് ഈ രഹസ്യങ്ങൾ മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുത്ത് അവിടെ വാക്ക് തർക്കങ്ങൾ, ബഹളം, കലാപം തുടങ്ങിയവ ഉണ്ടാക്കാൻ കഴിവ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അസൂയാപരമായ ചില പ്രവർത്തനങ്ങളും ചില പൂരാട നക്ഷത്രക്കാർ കാണിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. പാദവ്യത്യാസമുണ്ട്, പാദവ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇവ ഓരോന്നും പ്രവർത്തിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ നക്ഷത്രത്തിൻ്റെ പ്രശ്നമല്ല ഇത്, ചിലപ്പോൾ സ്വയമായി ആർജിച്ചെടുത്ത ചില സ്വഭാവ സവിശേഷത മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. പൂരാട നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. അതുപോലെ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി മാത്രം നിങ്ങൾ എന്നെ നോക്കിക്കാണുക, ഉൾക്കൊള്ളുക. നന്ദി.